സത്യം പറഞ്ഞ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ ഭയങ്കര ചൂടാണല്ലേ, ഒരു രക്ഷയില്ല. പക്ഷെ അവിടെ ഈ സമയത്ത് ഇത്രയില്ല. ഇവിടെ ഒരുമാതിരി പുഴുങ്ങാൻ വച്ച പോലെ. ആ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നീ എപ്പോ വന്ന്? ഞാൻ ഇന്നലെ രാത്രി. എങ്ങനെയുണ്ട് ചേട്ടന്റെ കൃഷിയൊക്കെ? കൃഷിയൊക്കെ പണ്ടത്തെ കണക്കൊരു ആദായവും ഇല്ല. ചിലവാക്കുന്നതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. നമ്മളെയൊക്കെ ഗവനിക്കാനാരാ? ശരിയാവും ചേട്ടാ, എല്ലാം ശരിയാവും. നിങ്ങൾ ചൂടത്തൊക്കെ പണിയെടുക്കുന്നതല്ലേ, ധാരാളം വെള്ളം കുടിക്കണം. കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടണം, അതും ഒരു കാര്യം. അതെ അതെ. അപ്പൊ നടക്കട്ടെ, വൈകിട്ട് കാണാം. ആ, ഈ കർഷകരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണല്ലേ. അതും ഈ ചൂടത്ത്. നമ്മളൊക്കെ ഇതുപോലെ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ഈ കർഷകര്. അവർക്കൊന്നും പണിയെടുക്കുന്ന കാശ് പോലും കിട്ടുന്നില്ലെന്ന് കേൾക്കുമ്പോഴാ കഷ്ടം. ആ അശ്വതി, ആ ലാൻഡ് ചെയ്തോ? പിന്നെ എങ്ങോട്ടാ? ഒരു കല്യാണത്തിന് പോവാ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്തവണ ആർക്കാ വോട്ട് ചെയ്യുന്നേ? അത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നാട്ടിൽ കൂടിക്കൂടി വരികയല്ലേ, അതിനൊരു അറുതി വേണം. സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്റെ വോട്ട് ഉപയോഗിക്കും. കൊള്ളാം കൊള്ളാം, ബുദ്ധിയുണ്ട്. അപ്പൊ പിന്നെ കാണാം. അവള് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ആ, ഇത് തന്നെയാ വേണ്ടത്. നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. അതെ, വോട്ട് നമ്മുടെ പാർട്ടിക്കാണേ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇപ്പൊ എവിടെ ചെന്നാലും ഇത് തന്നെയാ ചോദ്യം. ആഹാ, എന്തോ ഉണ്ട് പോനെ വിശേഷമൊക്കെ? ഓ, അങ്ങനെ അങ്ങ് പോകുന്നു ചേട്ടാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഓ, എന്താ പറയാനാ, സാധനങ്ങൾക്കൊക്കെ ദിവസവും വില അങ്ങ് കൂടുകല്ലയോ. ഒരു മുട്ടിഞ്ഞ ഭരണമാണ്. കിട്ടുന്ന പൈസയൊന്നും പെട്രോൾ അടിക്കാൻ പോലും തികയുന്നില്ല. ശരിയാവും ചേട്ടാ, ഒരു മാറ്റം ഉണ്ടാവാതിരിക്കില്ല. വർഗീയത തീരെ കുറവുള്ള ഒരു നാടായിരുന്നു ഇത്. ഇപ്പൊ എന്തിനും ഏതിനും ജാതിയും മതവും പറച്ചില്ല. സഹിക്കാൻ പറ്റത്തില്ല മക്കളെ, സഹിക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഇല്ല. പെണ്ണുങ്ങൾക്കെതിരെ പോലും അക്രമമാണ്. എല്ലാം താറുമാറായി. ഇതിങ്ങനെ പോയാൽ മതിയോ? മാറണം, മാറ്റണം, മാറ്റിയേ തീരൂ. മാറ്റം വരും. നന്മ നിറഞ്ഞ, അക്രമങ്ങളില്ലാത്ത, വിലക്കയറ്റമില്ലാത്ത, വികസനോന്മുഖമായ ഇന്ത്യയെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിന് കെൽപ്പുള്ള ഒരു മുന്നണിയുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പോലും മുട്ടുകുത്തിച്ചവർ അക്കൂട്ടത്തിലുണ്ട്. നമുക്ക് അവരോടൊപ്പം ചേരാം, അവരെ വിജയിപ്പിക്കാം. എന്റെ വോട്ട് കോൺഗ്രസിന്. എന്റെ വോട്ട്